Hi friends, welcome to our channel again. I am Divagaran. Next we are discussing about the ISO 17025 clause 7.3, that is sampling. Actually sampling is important for the testing laboratories, not for the calibration laboratory. By and large calibration laboratories സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ മെഷറിംഗ് പോയിൻറ്റ്സ് മാത്രമാണ് സാമ്പിളിംഗ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഒരു പോപ്പുലേഷൻ അങ്ങനെ ചെയ്യുന്ന ഒരു കേസസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നോർമൽ കേസിൽ നോർമൽ കാലിബ്രേഷൻ ലബോറട്ടറികളിൽ നമുക്ക് കാലിബ്രേഷൻ വരുന്ന എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും കാലിബ്രേഷൻ ചെയ്യണം. ഒരു 100 ഇൻസ്ട്രുമെൻറ്റ് വന്നാൽ ഒരു 10 ചെയ്താൽ പോരാ, എല്ലാം ചെയ്യണം. എല്ലാ വെർനിയർ കാലിപ്പറും എല്ലാ പ്രഷർ ഗേജും എല്ലാം ചെയ്യണം. പക്ഷേ ഒരു മാസ് പ്രൊഡക്ഷനിലെ ചില സമയത്ത് ചില ഗേജസ് എല്ലാം സാമ്പിളിംഗ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരാം. അപ്പോൾ ഇത് സാമ്പിളിംഗ് കാലിബ്രേഷൻ ലാബിനെയും ടെസ്റ്റിംഗ് ലാബിനെയും ഉദ്ദേശിച്ചാണ് ഇതിൽ പറയുന്നത് 17025. പക്ഷേ ടെസ്റ്റിംഗ് ലാബുകാർക്ക് ഈ സാമ്പിളിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പിളിംഗ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ടെസ്റ്റ് റിസൾട്ട് തെറ്റും. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ടാങ്കിലെ വെള്ളം വെദർ ഇറ്റ് ഈസ് ഡ്രിങ്കബിൾ നോട്ട് ഡ്രിങ്കബിൾ എന്ന് അറിയണമെങ്കിൽ, ആ കൺഫോമിറ്റി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ അറിയണമല്ലോ എവിടെയാണ് ആ സാമ്പിൾ എടുത്തത്, എങ്ങനെയാണ്, ഏത് ടൈമിൽ എടുത്തതാണ്. അത് ആ സാമ്പിൾ ഒരു ഹോമോജീനിയസ് ആയിരിക്കണം. അതായത് ആ സാമ്പിൾ ഒരു ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കണം ആ ടോട്ടൽ പോപ്പുലേഷനിൽ. എന്നാലേ ആ റിസൾട്ട് നമ്മൾ ആ ടാങ്കിലെ വെള്ളത്തിന് കൊടുക്കുമ്പോൾ അത് അപ്ലിക്കബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ ആ സാമ്പിൾ ഒരു ഗ്ലാസ് വെള്ളം ടോപ്പ് ലെയറിൽ നിന്ന് മാത്രം എടുത്താൽ പോരല്ലോ, അതിൻ്റെ താഴത്ത് ഡിഫറെൻറ്റ് കൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. അതേപോലെ തന്നെ സോയിൽ ടെസ്റ്റിംഗ്, ഒരു വലിയൊരു എസ്റ്റേറ്റിൽ സോയിൽ ടെസ്റ്റ് ചെയ്യണം, അതിൽ ഫെർട്ടിലൈസേഴ്സ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ മണ്ണ് എടുക്കുന്നത് എങ്ങനെയായിരിക്കണം, ആ എസ്റ്റേറ്റിൻ്റെ പല കോർണറിൽ നിന്ന് എടുക്കണം. പല രീതിയിലും അതിന് പല സാമ്പിളിംഗ് മെത്തേഡുകൾ ആദ്യം ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ സാമ്പിൾ എടുക്കുമ്പോൾ കുറച്ച് സാമ്പിൾ രാത്രി എടുക്കണം, കുറച്ച് രാവിലെ എടുക്കണം, ചിലത് റെയിനി സീസണിൽ എടുക്കണം, ചിലത് സമ്മറിൽ എടുക്കണം, ചിലത് വിൻ്ററിൽ എടുക്കണം. അങ്ങനെ സാമ്പിളിംഗ് ടെക്നിക്സുകൾ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്യേണ്ടി വരും ആ സാമ്പിളിംഗ് ചെയ്യാൻ. കാരണം സാമ്പിളിംഗ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ടെസ്റ്റിംഗ് ലബോറട്ടറീസ്. 7.3.1 The laboratory shall have a sampling plan and method when it carries out sampling of substances, material or products for subsequent testing or calibration. The sampling method shall address the factors to be controlled to ensure the validity of subsequent testing or calibration results. The sampling plan and method shall be available at the site where sampling is undertaken. Sampling plan shall, whenever reasonable, be based on appropriate statistical methods. ഈ സാമ്പിളിംഗ് പ്ലാൻ വേണം. ഒരു സാമ്പിളിംഗ് എവിടെയാണോ ചെയ്യുന്നത് അവിടെ അതിനൊരു സാമ്പിളിംഗ് പ്ലാനും ആ സാമ്പിളിംഗ് മെത്തേഡും എല്ലാം നമ്മൾ ആദ്യം തന്നെ ഡിസൈൻ ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെ ആയിരിക്കണം അത് പോകേണ്ടത്. പിന്നെ കാരണം ഈ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇനി സബ്സിക്വൻറ്റ് ടെസ്റ്റിങ്ങോ കാലിബ്രേഷനോ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സാമ്പിളിംഗ് പ്ലാനോ മെത്തേഡ് ഷാൾ ബി അവൈലബിൾ അറ്റ് ദ സൈറ്റ്. ഏത് സൈറ്റിലാണോ എവിടെയാണോ സാമ്പിളിംഗ് നടത്തുന്നത് അവിടെ ആ പ്ലാൻ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ദ സാമ്പിളിംഗ് 7.3.2 ദ സാമ്പിളിംഗ് മെത്തേഡ് ഷാൾ ഡിസ്ക്രൈബ് ദ സെലക്ഷൻ ഓഫ് സാമ്പിൾസ് ഓർ സൈറ്റ്. ആ സാമ്പിളിംഗ് മെത്തേഡിൽ ക്ലിയർ ആയിട്ട് അത് എവിഡൻ്റ് ആയിരിക്കണം, അതൊരു ഡോക്യുമെൻ്റ് ആയിരിക്കണം, അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കണം എവിടെയാണ് ഏത് സൈറ്റിൽ നിന്നാണ് ഈ സാമ്പിളിംഗ് എടുക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. ദ സാമ്പിളിംഗ് പ്ലാൻ എന്തായാലും വേണം. ദ പ്രിപ്പറേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സാമ്പിൾസ് ഫ്രം എ സബ്സ്റ്റൻസ്, മെറ്റീരിയൽ ഓർ പ്രൊഡക്റ്റ് ടു ഈൽഡ് ദ റിക്വയർഡ് ടേം ഫോർ സബ്സിക്വൻറ്റ് ടെസ്റ്റിംഗ് ഓർ കാലിബ്രേഷൻ. പല സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേക രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതായത് ചിലത് നമുക്ക് ഫ്രീസറിൽ വെക്കണം, ഫ്രിഡ്ജിൽ വെക്കണം, ചിലതിന് ഷെയ്ക്ക് ഉണ്ടാവരുത്. ആ സാമ്പിളിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ചിലതിൽ ഫംഗസ് ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ചില കേസിൽ ചിലതിൽ ചില കണ്ടാമിനേഷൻ സംഭവിക്കും. അപ്പോൾ അതൊന്നും സംഭവിക്കാതിരിക്കാൻ അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യണോ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ സാമ്പിളിംഗ് മെത്തേഡിൽ എഴുതിയിരിക്കണം. ഓക്കെ, 7.3.3 The laboratory shall retain records of sampling data and forms part of the testing or calibration that is undertaken. These records shall include where relevant. ക്ലിയർ ആയിട്ട് നിങ്ങൾ അതിൻ്റെ റെക്കോർഡുകളെല്ലാം സൂക്ഷിക്കണം. ഈ സാമ്പിളിംഗ് നടത്തുന്നതിനും അതിൻ്റെ പ്ലാന്, അതിൻ്റെ മെത്തേഡ്, ആര് സാമ്പിളിംഗ് ചെയ്തു, ഏത് ടൈമിൽ ചെയ്തു, എന്തെല്ലായിരുന്നു എൻവിറോൺമെൻറ്റ്, എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ റെക്കോർഡിക്കലായിട്ട് സൂക്ഷിക്കണം. യു ഹാവ് ടു റീറ്റെയിൻ ദ റെക്കോർഡ്. എപ്പോഴും ഈ സ്റ്റാൻഡേർഡിൽ റീറ്റെയിൻ ദ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ആ റെക്കോർഡുകളെല്ലാം സൂക്ഷിക്കണം, ഫയലിലുണ്ടായിരിക്കണം.
ആ റെക്കോർഡിൽ ഇതെല്ലാം ഈ ABCD A മുതൽ H വരെ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവണം. റെഫറൻസ് ടു ദ സാമ്പിളിംഗ് മെത്തേഡ് യൂസ്ഡ്, സാമ്പിളിംഗ് മെത്തേഡ് എന്താണ് ഉപയോഗിച്ച് അതിൻ്റെ ഒരു റെഫറൻസ് വേണം. ഡേറ്റ് ആൻഡ് ടൈം ഓഫ് സാമ്പിളിംഗ്, ഏത് ഡേറ്റ് എന്നാണ് അല്ലെങ്കിൽ ഏത് ടൈമിലാണ് സാമ്പിൾ എടുത്തത്, നമ്മൾ സാമ്പിളിംഗ് നടത്തിയത് എന്ന് ക്ലിയർ ആയിരിക്കണം. ഡാറ്റ ടു ഐഡൻറ്റിഫൈ ആൻഡ് ഡിസ്ക്രൈബ് ദ സാമ്പിൾസ്, അതായത് അതിൻ്റെ സാമ്പിൾ 1 സാമ്പിൾ 2 അല്ലെങ്കിൽ ചിലപ്പോൾ മഡ് എടുക്കുകയാണെങ്കിൽ ഒരടി കുഴിച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്നത്, മുകളിലത്തെ ലെയറിൽ നിന്ന് എടുക്കുന്നത്, പല പല കോർണറിൽ നിന്ന് എടുക്കുന്നത്, അതെല്ലാം ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. അതിൻ്റെ എമൗണ്ട്, എത്ര ഗ്രാം മണ്ണാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എത്ര മില്ലി വാട്ടർ എടുത്തിരിക്കുന്നത്, എല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പേഴ്സണൽ പെർഫോമിംഗ് സാമ്പിളിംഗ്, ആരാണ് സാമ്പിളിംഗ് ചെയ്തത്, എത്ര പേര്, ചിലപ്പോൾ ഒരു ടീം ഉണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ, അവരുടെ നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, റെക്കോർഡിലുണ്ടായിരിക്കണം. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി എക്യുപ്മെൻറ്റ് യൂസ്, എന്തെല്ലാം എക്യുപ്മെൻറ്റ് നിങ്ങൾ ഈ സാമ്പിളിംഗ് പ്രോസസ്സിൽ യൂസ് ചെയ്തിട്ടുണ്ടോ അത് ക്ലിയർ ആയിട്ട് എഴുതി വയ്ക്കണം. എൻവിറോൺമെൻറ്റൽ ആൻഡ് ട്രാൻസ്പോർട്ട് കണ്ടീഷൻസ്, ഈ സാമ്പിൾ എങ്ങനെയാണ്, ഏത് ടെമ്പറേച്ചറിൽ, ഏത് രാത്രിയാണോ പകലാണോ മഴയുള്ളപ്പോഴാണോ വിൻ്ററിലാണോ സമ്മറിലാണോ, ഇതെല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കണം. പിന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിനെങ്ങനെയാണ് ഒരു ഭാഗത്തു നിന്ന് മറ്റു ഭാഗത്തേക്ക് ക്യാരി ചെയ്തിരിക്കുന്നത്. കാരണം പല സാധനങ്ങളും ഇതെല്ലാം ഒരുപക്ഷെ ഈ സാമ്പിളിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ആ സബ്സിക്വൻറ്റ് ടെസ്റ്റോ കാലിബ്രേഷനോ വേണ്ടിയിട്ടാണ് ഈ സാമ്പിൾ എടുത്തിരിക്കുന്നത്. അത് അവിടെ നിന്ന് അതിന് തെറ്റായ ഒരു റിസൾട്ട് ഫോം ആവും, അല്ലെങ്കിൽ അൺസർട്ടൈനിറ്റി കൂടാനുള്ള കാരണങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതി വെക്കണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. ഡയഗ്രാംസ് ഓർ അതർ equivalent means to identify the sampling location where appropriate, ചിലപ്പോൾ ഡയഗ്രാമോ മാപ്പുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, അത്തരം കാര്യങ്ങൾ, ആ സൈറ്റിനെ കുറിച്ചിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം റെക്കോർഡ് ചെയ്യണം. ഡീവിയേഷൻസ്, അഡീഷൻ ടു ഓർ എക്സ്ക്ലൂഷൻ ഫ്രം ദ സാമ്പിളിംഗ് മെത്തേഡ് ആൻഡ് സാമ്പിളിംഗ് പ്ലാൻ, ഇപ്പോൾ സാമ്പിളിംഗ് മെത്തേഡിൽ പറഞ്ഞ പ്രകാരം അല്ല ചെയ്ത് സം റീസൺസ്, എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ചില ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. കാരണം അത് പിന്നീട് വരുന്ന ടെസ്റ്റിംഗ് സമയത്ത് നമുക്ക് അതൊരു അൺസർട്ടൈനിറ്റി കമ്പോണൻ്റ് ആയിട്ട് കണക്കാക്കുകയോ അല്ലെങ്കിൽ അതിലൊരു ഡീവിയേഷനായിട്ട് ഒരു ഡിസ്ക്ലൈമർ അതിൽ കൊടുക്കാൻ പറ്റുമോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ റിപ്പോർട്ടിൽ. അതായത് ആ റിപ്പോർട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഒരു തെറ്റിദ്ധാരണ സംഭവിക്കരുത്. ഓക്കെ, അപ്പോൾ സാമ്പിളിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടെസ്റ്റിംഗ് ലബോറട്ടറികൾക്ക്. ഓക്കെ, അപ്പോൾ സാമ്പിളിംഗ് തെറ്റിപ്പോയാൽ അത് സബ്സിക്വൻറ്റ് ടെസ്റ്റിങ്ങിലെ റിസൾട്ടിനെ അത് ബാധിക്കും. അതേപോലെ തന്നെ അൺസർട്ടൈനിറ്റിയും അൺസർട്ടൈൻ കമ്പോണൻസിനോട് അതിൽ കൺസിഡർ ചെയ്യേണ്ട എന്തെങ്കിലും ഈ സാമ്പിളിംഗ് സമയത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഈ സാമ്പിളിംഗ് റിപ്പോർട്ടിൽ എഴുതണം. എന്നാൽ മാത്രമേ അത് അവർ ഒരു അൺസർട്ടൈനിറ്റി കമ്പോണൻ്റായി കണക്കാക്കിയിട്ട് ആ റിസൾട്ടിൻ്റെ അൺസർട്ടൈനിറ്റിയിൽ അത് അക്കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു വെരി മച്ച് വാച്ചിങ് അവർ വീഡിയോ. ഇനി അടുത്ത 7.4 ഹാൻഡ്ലിംഗ് ഓഫ് ടെസ്റ്റ് ആൻഡ് കാലിബ്രേഷൻ ഐറ്റം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് ആണ്. ടെസ്റ്റ് ലാബോറട്ടറിക്കും കാലിബ്രേഷൻ ലബോറട്ടറിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റോ കാലിബ്രേഷനോ ഐറ്റം, അതായത് സാമ്പിൾസോ ഇൻസ്ട്രുമെൻറ്റോ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ 7.4 അടുത്ത ക്ലോസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.